ഉണ്ണിമുകുന്ദൻ നായകനായി എത്തി ഹനീഫുദ്ദീൻ സംവിധാനം ചെയ്തിട്ടുള്ള ഉണ്ണിമുകുന്ദൻ്റെ പുതിയ സിനിമയാണ് മാർക്കോ എന്ന സിനിമ. 3 ദിവസം മുമ്പായിരുന്നു ഈ സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് അൾട്രാ ഹെവി പോസിറ്റീവ് റെസ്പോൺസുകളാണ് തിയേറ്റർ എല്ലാ ഏരിയാസിൽ നിന്നും കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു കളക്ഷൻ എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് ഈ 2024 കിട്ടിയ ഏറ്റവും നല്ലൊരു ഹൈ റെസ്പോൺസ് പോസിറ്റീവാണ് ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കളക്ഷൻ വർധനവ് ഈ സിനിമയ്ക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും കാണുന്നുണ്ട്. ഫസ്റ്റ് ഡേ ഈ സിനിമ ഓപ്പണിംഗ് കളക്ഷനായിട്ട് നേടിയത് വേൾഡ് വൈഡ് നേടിയിട്ടുള്ളത് ഏകദേശം 4 കോടി രൂപയോളമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഡേ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയിട്ടുള്ളത് ഏകദേശം 4,52,00,000 രൂപയോളമാണ്. ആദ്യ ദിവസത്തെക്കാളും കൂടുതൽ ഈ സിനിമയ്ക്ക് രണ്ടാം ദിവസം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ മൂന്നാമത്തെ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം ഈ സിനിമ ഏകദേശം 2 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 9-10 കോടി റേഞ്ചിലാണ്. ഈ സിനിമയുടെ മൂന്നാമത്തെ ദിവസം വന്നപ്പോഴത്തേക്ക് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഏകദേശം 20 കോടി രൂപയോളമായിട്ടുണ്ട്. കാരണം ഈ സിനിമയുടെ മൂന്നാമത്തെ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 10 കോടി രൂപയോളമാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ GCC കൺട്രീസിലെ റിപ്പോർട്ട് എന്ന് പറയുന്നത് കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം 1,10,00,000 രൂപയോളമാണ്. അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമ ആകെ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 20 കോടി രൂപയോളം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കഴിഞ്ഞേക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു ബുക്കിംഗ് കാണുന്നുണ്ട്. ഇന്ന് ഈ സിനിമ തിയേറ്ററുകളിൽ നിന്ന് ഏകദേശം വേൾഡ് വൈഡ് 5 കോടി രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടും. വേൾഡ് വൈഡ് അല്ല, കേരളത്തിൽ നിന്ന് മാത്രം ഈ സിനിമ 5 കോടി നേടും എന്നാണ് ഉദ്ദേശിച്ചത്. വേൾഡ് വൈഡ് ഈ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിടും. അപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും.